മുഖ്യമന്ത്രി പിണറായി വിജയന് തൻ്റെ മരുമകൻ്റെ കസേര ഉറപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ സ്ഥാനത്തെ ആരെങ്കിലും ചോദ്യം ചെയ്യുകയാണെങ്കിൽ അവരെ പാർട്ടിയുടെ പൊതുശത്രുവായി പ്രഖ്യാപിക്കാനും ഒരു മടിയും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിക്കുള്ളിൽ തിരിഞ്ഞിരിക്കുന്നത് എം പി രാജേഷാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള എം പി രാജേഷ് നിരവധിയായ വിഷയങ്ങളിൽ മുഹമ്മദ് റിയാസിനെതിരെ നെറ്റി ചുളിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പദ്ധതി ഉൾപ്പെടെ നിരവധിയായ വിഷയങ്ങളിൽ എം പി രാജേഷ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുമായി ഇടഞ്ഞ മട്ടിലാണ്. മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പ് നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇറക്കുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ മരുമകൻ്റെ പേര് കൂടി മുഖ്യമന്ത്രിയുടെ ഫ്ലക്സിനൊപ്പം ചേർക്കുകയും തന്നെ ബോധപൂർവം ഒഴിവാക്കുകയും ചെയ്യുന്ന ആ നീക്കത്തോട് എം പി രാജേഷ് ശക്തമായ വിയോജിപ്പാണ് രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം, എം വി ഗോവിന്ദൻ അദ്ദേഹം പാർട്ടിയുടെ സെക്രട്ടറി ആയതിനു ശേഷമാണ് മന്ത്രിസ്ഥാനം ഉപേക്ഷിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എം പി രാജേഷ് ഏറ്റെടുക്കുന്നത്. തൃത്താലയിൽ നിന്നുള്ള എം പി രാജേഷ് നിയമസഭാ സ്പീക്കറായാണ് 2021 സത്യപ്രതിജ്ഞ ചെയ്തത്. എന്നാൽ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് മന്ത്രിപദം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പകരം CPIM-ൽ തന്നെ ഏറ്റവും വലിയ അച്ചടക്കമില്ലായ്മയുടെ ഒരു ഉദാഹരണമായി എം പി രാജേഷ് തന്നെ ചൂണ്ടിക്കാണിച്ച എൻ ഷംസീറാണ് ഒടുവിൽ സ്പീക്കറായപ്പോൾ തന്നെ പലരും അദ്ദേഹത്തിനെതിരെ പറഞ്ഞത്, അല്ലെങ്കിലും CPIM-ൽ ഏറ്റവും വലിയ ചട്ടമ്പിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയെ പിടിച്ച്, പണ്ടൊക്കെ ക്ലാസ്സിൽ ഏറ്റവും വികൃതിയുള്ള പയ്യനെ പിടിച്ച് ക്ലാസ് മോണിറ്റർ ആക്കുന്നത് പോലത്തെ പരിപാടിയായിപ്പോയി എന്നൊക്കെ പലരും അഭിപ്രായം പറയുകയും രാഷ്ട്രീയ നിരീക്ഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പോഴിതാ എം സ്വരാജിന് കൃത്യമായും ജയിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. മത്സരം വളരെ ടൈറ്റ് തന്നെയാണ്. പക്ഷേ അവിടെയും ആര്യാടൻ ഷൗക്കത്തിന് തന്നെയാണ് മേൽക്കൈ. അതിന് കാരണമാകുന്ന നിരവധി ഘടകങ്ങളുണ്ട്. സ്വരാജിനെ കൊണ്ടുവരണം എന്ന ആഗ്രഹം പല നേതാക്കളും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എം പി രാജേഷിന് ഒതുക്കണം. എം പി രാജേഷ് നായർ വിഭാഗത്തിലുള്ളതാണ്, എം സ്വരാജും നായർ വിഭാഗത്തിലുള്ളതാണ്. സ്വരാജിനെ കൊണ്ടുവരികയും, അതായത് മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്ന് തന്നെ ഒരു വ്യക്തിയെ കൊണ്ടുവരികയും പകരമായി തൃത്താലയിലുള്ള എം പി രാജേഷിനെ ഒതുക്കാനും വേണ്ടിയുള്ള ശ്രമം. എം പി രാജേഷിന് കൃത്യമായി കാര്യങ്ങൾ മണക്കുന്നുണ്ട്. കാരണം തൃത്താലയിൽ ഇനിയൊരു തവണ കൂടി നിന്നാൽ ജയിക്കാനുള്ള സാധ്യത കുറവാണ്. VT ബൽറാമിനെ കഴിഞ്ഞ തവണ 3000 വോട്ടുകൾക്ക് അട്ടിമറിച്ചാണ് എം പി രാജേഷ് നിയമസഭയിലേക്ക് എത്തിയതെങ്കിൽ പോലും ഇനി ഒരിക്കൽ കൂടി അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുകയില്ല. തൃത്താല തിരിച്ചു പിടിക്കാൻ തന്നെയാണ് VT ബൽറാമിനെ കോൺഗ്രസ് നിയോഗിക്കുന്നത്. വലിയ ട്വിസ്റ്റാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് സ്വരാജ് പിണറായിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവൻ എന്ന രീതിയിലേക്കൊക്കെ പറയുകയും പിന്നീട് പല കാരണങ്ങളാൽ അദ്ദേഹം തള്ളപ്പെടുകയും ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃപ്പൂണിത്തറയിൽ 1200 വോട്ടുകൾക്കാണ് കെ ബാബുവിനോട് പരാജയപ്പെട്ടത്. അന്ന് പക്ഷേ അത് വലിയ രീതിയിൽ വർഗീയ വോട്ടുകൾ പിടിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് കെ ബാബു നടത്തിയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ വിജയം അസാധുവാക്കണമെന്നൊക്കെ പറഞ്ഞ് ഹൈക്കോടതിയിലും ഒടുവിൽ സുപ്രീം കോടതിയിലേക്കും വരെ ഒരു ഉളുപ്പുമില്ലാതെ പോയ ആളിൻ്റെ പേരാണ് എം സ്വരാജ്. സ്വരാജിനെ വീണ്ടും ഒരു ലൈഫ് ലൈൻ കൊടുക്കാൻ പിണറായി തയ്യാറാകുമോ? പകരമായി എം പി രാജേഷിനെ ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ? വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയാണ്.